വെൽക്കം ബാക്ക് ടു സൈലം ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ +2 ആണ്. നിങ്ങൾ +2വിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യണം പക്ഷെ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വർഷാവസാനം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. സോ സേവ് ചെയ്ത് വെച്ചേക്കുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നിങ്ങൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ പേര് ഷാഹിദ് റംസാൻ, മാത്തമാറ്റിക്സ് ഫാക്കൽറ്റി ആണ്. സോ നേരെ നമുക്ക് ആ ഇക്വേഷൻസിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഏറ്റവും ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേബിൾ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ ടേബിളിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആയിരിക്കും. ഞാൻ ചെറിയൊരു കോഡ് കാണിച്ചു തരാം. ആ കോഡ് തന്നെയാണ് നിങ്ങൾക്ക് ഈ മറ്റു കുറച്ച് ഇക്വേഷൻസ് പഠിക്കാൻ കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മറ്റാരുമല്ല, നമ്മൾ കോഴിക്കോട്, നമ്മൾ ഏറ്റവും എന്താ പറയാ, എന്തൊക്കെ സംഭവമായിട്ടുള്ള കോഴിക്കോടിനെ പറ്റിയാണ്. കോഴിക്കോട് ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: കോസ് സീക്ക് കോട്ട്, കോസിക്കോട്ട് എന്ന് എഴുതുന്നത്. കോസിക്കോട്ട് എന്താണ്? കോസിക്കോട്ട് എന്താണ്? കോസിക്കോട്ട്. അപ്പൊ കോസിക്കോട്ടിന്റെ എങ്ങനെയാണ് ഡൊമൈനും റേഞ്ചും ഒക്കെ നമ്മൾ പഠിക്കാന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റേഞ്ച് ആണ് കേട്ടോ. റേഞ്ച് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. സോ കോസ് സീക്ക് കോട്ട്, ഈ മൂന്നെണ്ണത്തിന്റെയും റേഞ്ച് വരുന്നത് നിങ്ങൾ നോക്കുക. കോസിന്റെ 0 to π, ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π ആണ് കോസിന്റേത്. അത് സീക്കിലേക്ക് വരുന്ന സമയത്ത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π തന്നെ. പക്ഷെ സീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/cos ആണ്. കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആവാൻ പാടില്ല, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അതുകൊണ്ട് ആ 0 to π π/2 കുറയ്ക്കുന്നു. കാരണം കോസ് π/2 പറഞ്ഞാൽ 0 ആണ്. 1/0 നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ ആദ്യം 0 to π, എന്നിട്ട് ആ 0 to π π/2 കുറയ്ക്കുന്നു. ശേഷം കോട്ടിലേക്ക് വരുന്ന സമയത്ത് അത് ഓപ്പൺ ഇന്റർവെൽ 0 to π ആവുന്നു. ഓക്കെ, രണ്ട് ടൈപ്പേ ഉള്ളൂ. ഒന്ന് 0 to π, ഒന്ന് -π/2 to π/2. ബാക്കിയുള്ള മൂന്നെണ്ണം നോക്കുക: സൈന്, കൊസീക്ക് ആൻഡ് ടാന്. അപ്പൊ സൈൻ ആണെങ്കിൽ അത് ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2. നമുക്കറിയാം കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണ്. സൈന് 0 ആവുന്ന കേസ് ആംഗിൾ 0 ആവുമ്പോഴാ സൈൻ 0 0. അപ്പൊ നമ്മൾ ആ ക്ലോസ് ഇന്റർവെൽ -π/2 to π/2 എന്ന് 0 കുറയ്ക്കുന്നു, ഒഴിവാക്കുന്നു, ബാക്കിയെല്ലാം ഉപയോഗിക്കുന്നു. ആൻഡ് ടാൻ വരുന്നത് ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. സെയിം പാറ്റേൺ കണ്ടോ? ആദ്യം ക്ലോസ് ഇന്റർവെൽ 0 to π, എന്നിട്ട് അതിൽ നിന്ന് ഒരു വാല്യൂ കുറയ്ക്കുന്നു, എന്നിട്ട് അത് ഓപ്പൺ ഇന്റർവെൽ. ആൻഡ് അത് -π/2 to π/2, അതിൽ നിന്ന് വാല്യൂ കുറയ്ക്കുന്നു, ഓപ്പൺ ഇന്റർവെൽ -π/2 to π/2. അങ്ങനെ ഈ ടോപ്പിക്ക് നിങ്ങൾ എന്താക്കുന്നു, പഠിച്ചു കഴിയുന്നു. മക്കളെ, വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇതിന്റെ ഡൊമൈൻ നിങ്ങൾ പറ്റുന്ന ആൾക്കാരൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അല്ലാത്ത ആളുകൾ നിർബന്ധമുള്ള ഒരു കാര്യമല്ല. കാരണം ഡൊമൈൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യം വരാറില്ല എന്ന് കരുതി ഞാൻ ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറഞ്ഞത്. പറ്റുന്ന ആൾക്കാർ പഠിച്ചു നോക്കാം. രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ മോഡൽ ഇക്വേഷൻ ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്, പക്ഷെ രണ്ടിന്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. ഫോർ എക്സാമ്പിൾ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 1/2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോറി സൈൻ 1/2 അല്ല, സൈൻ π/3 എന്ന് പറയുന്നത്. സൈനിന്റെ കൂടെ 1/2 അല്ല വരാം, കാരണം ആംഗിളാണ് വരാം. അതിന് ഉത്തരം π/3 ആണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ആശയം എന്ന് പറയുന്നത്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 മോഡൽ നമ്പർ ആയിരിക്കും. അങ്ങനെ വന്നാൽ ആൻസർ എന്താണ്? എക്സ് ആണ്. അപ്പോൾ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1/2 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇത് തന്നെ കോസിലൊക്കെ പറ്റും. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ്, കോസ് ഓഫ് കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ, ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഒക്കെ സെയിം തന്നെ, എക്സ് ആണ് വരിക. ഓക്കെ, അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞു. മൂന്നാമതായിട്ട് വരുന്ന ഇക്വേഷൻസ് ഒരു 6 ഇക്വേഷൻസ് ഉണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇതിൽ നിന്ന് എന്തായാലും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, മറക്കരുത് മക്കളെ. ഇതും ഇതേപോലെ ഞാൻ കാറ്റഗറി ചെയ്യുന്നു. കോസിക്കോട്ട്, ഓക്കെ, കോസ് സീക്ക് കോട്ട്. ഈ മൂന്നെണ്ണത്തിന്റെ ഉള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഈ മൂന്നെണ്ണത്തിന്റെ ഉള്ളിൽ നെഗറ്റീവ് വരികയാണെങ്കിൽ അതിന്റെ ഉത്തരം π മൈനസ് ആ വാല്യൂ എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിന്റെ ഉത്തരം എത്ര ഉള്ളൂ? π മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ആ മൈനസ് അങ്ങനെ അങ്ങ് പോയി കിട്ടും. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 വാല്യൂ നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ആണ്, സോറി 60 ആണ്. അപ്പോൾ വെച്ചിട്ട് π മൈനസ് π/3 ആ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. സിമ്പിൾ. ഓക്കെ, √3/2 അങ്ങനെ നല്ല പഠിച്ചാൽ 30 90. യെസ്, √3/2. ഓക്കെ, അപ്പോൾ π മൈനസ് π/3 എഴുതിയാൽ മതി. 2π/3. ഇപ്പോൾ കോസ് ആണെങ്കിലും സീക്ക് ആണെങ്കിലും ആൻഡ് കോട്ട് ആണെങ്കിലും സെയിം ഐഡിയ. എന്നാൽ അതല്ലാത്ത മൂന്നെണ്ണം വരികയാണെങ്കിൽ നിങ്ങൾ ആ നെഗറ്റീവ് നേരെ പുറത്തെടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2. ഇതിന് ഉത്തരത്തുള്ളൂ മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. ആ മൈനസിനെ പുറത്തെടുത്തു. സൈൻ ഇൻവേഴ്സ് 1/√2 π/4. സോ -π/4 ആൻസറേ. സിമ്പിൾ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അതാണ് ഈ മൂന്നെണ്ണത്തിലും വരുന്നത്. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് A+ ഒന്നും ഒരു കാരണവശാലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പഠിച്ചു വെച്ച് പോകാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ് ഈ കാണുന്ന 4 ഇക്വേഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. മെയിൻ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഇതും ആൻഡ് ദിസ് ടേബിളും.
ഫീൽ ചെയ്തു. ഇത് ഇത്രയും പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഈ കാണുന്ന ഇക്വേഷൻസ് നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാൻ പറ്റും, എന്നാലും ജസ്റ്റ് വേണേൽ പഠിച്ചു വെക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് tan x പ്ലസ് tan y അല്ലേ, tan of x പ്ലസ് y ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1 tan x പ്ലസ് tan y ഡിവൈഡ് ബൈ 1 മൈനസ് tan x ഇൻറ്റു tan y. അതേപോലെ tan ഇൻവേഴ്സ് x പ്ലസ് tan ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y ബൈ 1 മൈനസ് എക്സ് വൈ. പ്ലസ് മുകളിലും മൈനസ് താഴത്തും, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് മുകളിലും അടിയിൽ പ്ലസും. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷൻസ് പറ്റുന്ന ആൾക്കാർ എന്താക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. എന്തായാലും നിങ്ങൾ എക്സാം അടിപൊളിയായിട്ട് എഴുതുക, വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ പേര് ഒന്നുകൂടി ഓർമ്മിക്കുന്നു, നിങ്ങളുടെ എക്സാം അടിപൊളിയായിട്ടെന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, പൊളിക്കുക, ബൈ.